ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സത്യം പറയല്ലോ, മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥ. എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം, വീഡിയോ എടുക്കണം എന്നൊക്കെ. ഈ ആഴ്ച ഞാൻ ശരിക്കും കൊച്ചി പോകേണ്ടതാണ്, ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ടെങ്കിലും. പക്ഷേ മഴ കാരണം ഒരു രക്ഷയില്ല. മഴയെന്ന് പറഞ്ഞാൽ അതുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുക. സോ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ നേരത്തെ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ, ലൈക്ക് ഒരു ലഞ്ച് പ്രിപ്പറേഷൻ പോലൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്തിടാൻ നോക്കിയപ്പോഴത്തേനും ഇൻട്രോ ഇല്ല. സോ ഒരു ഇൻട്രോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഒരു ഈസി ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ നമുക്ക് കാണാം. സോ വീഡിയോ ഫുൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കൂട്ടാൻ വെക്കാനായിട്ട് അല്ലെങ്കിൽ കറി വെക്കാനായിട്ട് പാവയ്ക്കയുണ്ട്, മെഴുക്ക് വരട്ടാൻ, ഓമയ്ക്ക തോരൻ വെക്കാനുണ്ട്. ഇത് ഓമയ്ക്കകത്തിടാനുള്ള വൺ പെയറാണ്. പിന്നെ മോര് കറിക്ക് വേണ്ടി അല്ലെങ്കിൽ മാങ്ങാക്കറിക്ക് വേണ്ടി പഴുത്ത മാങ്ങയുണ്ട്. പിന്നെ ഇത് അമ്പാടിക്ക് കോളേജിലേക്ക് കൊടുത്തിടാൻ വേണ്ടി 2 മീൻ വറക്കാൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഇത് കാരണം വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ നേരത്തെ അങ്ങ് മീൻ എടുത്തിട്ടു, പക്ഷേ എണ്ണ തിളയ്ക്കുന്നേ ഉള്ളായിരുന്നു. ഇവിടെ അമ്മ ഭയങ്കര കുറച്ച് എണ്ണ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അമ്മേൻ്റെ ഒരു ഇതനുസരിച്ച്. അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ വെച്ച് അത് വെച്ചു. പിന്നെ മാങ്ങ നമ്മൾ ഓൾറെഡി മഞ്ഞളും ഉപ്പും ഇട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടി തേങ്ങയും കൊച്ചുള്ളിയും ജീരകവും കൂടി അമ്മ അരച്ചെടുത്തിയാണ്. അപ്പോൾ ആ അരപ്പ് നേരെ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി കുറച്ച് നേരം വെക്കും. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇപ്പോൾ ഇവിടെ നിന്ന് ഈ പഴുത്ത മാങ്ങാന്ന് നമ്മൾ ഈ മാങ്ങ ഉള്ള സമയത്ത് അമ്മ സിപ്ലോ കവറിനകത്താക്കി മാങ്ങ പൊളിച്ച് മാറ്റി വെക്കും. അപ്പോൾ അത് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ ഇരിക്കും കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത തോരന് വേണ്ടിയിട്ട് അമ്മ ചീൻചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുക്. അപ്പോൾ എനിക്ക് ഈ കടുകിനോട് കുറച്ചധികം ഭ്രാന്തുള്ള കൂട്ടത്തിലാണ്. എനിക്ക് കടുക് ഇങ്ങനെ കടിച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടം കറിക്കകത്തേക്ക്. സോ ഇതാണ് ഞാൻ കുറച്ചധികം കടുക് ഇടാൻ പറയും. പിന്നെ ഇത് മറ്റേ ചുമന്നുള്ളി, ലൈക്ക് പച്ചമുളകില്ലേ, ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ലേ, അത് തന്നെ. പിന്നെ കറിവേപ്പില, പിന്നെ തേങ്ങ നമ്മൾ അരച്ച് വെച്ചിരുന്നതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇത് വേറെ തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മറ്റേതിനായിട്ടല്ല. വെളുത്തുള്ളിയും പിന്നെ അതേപോലെ തേങ്ങയൊക്കെ ആയിട്ട് അമ്മ വേറെ അരച്ചു. ഞാനത് എടുത്തില്ല എന്ന് തോന്നുന്ന വീഡിയോ. അമ്മ ഇവിടെ തോരൻ ഉണ്ടാക്കാൻ നേരം എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റ്. ആദ്യം നമ്മൾ ഈ കടുക് വറുത്തിട്ട് ആദ്യം തേങ്ങ ഇട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് അത് ആദ്യം ഒന്ന് നല്ല രീതിയിൽ മൂപ്പിച്ചെടുത്തിട്ടായിരിക്കും അമ്മ ഈ തോരൻ്റെ ഇൻഗ്രീഡിയൻറ്റ്, ഇപ്പോൾ പയറാണെങ്കിൽ പയർ, ഓമയ്ക്കാണെങ്കിൽ ഓമയ്ക്ക ഇത് ആഡ് ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ തേങ്ങയും മൂക്കും. എനിക്ക് തോന്നിയത് എൻ്റെ ഏതോ ഒരു അപ്പച്ചീൻ്റെ, എനിക്കൊന്നു ലക്ഷ്മി അപ്പച്ചി പറഞ്ഞു കൊടുത്ത ട്രിക്കാണ് ഇങ്ങനെ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ അതിനുശേഷം അമ്മയും അങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഈ പറയുന്ന പോലേക്ക് ഈ തേങ്ങ നല്ലതായിട്ട് ഒന്ന് ഡ്രൈ ആകുകയും ചെയ്യും. അതിനകത്തേക്ക് മസാലാസ് ഉപ്പ് നല്ല രീതിയിൽ പിടിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തോരനുള്ള ഓമയ്ക്ക മൊത്തത്തിൽ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. വെപ്രാളം കയറിയിട്ട് എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഓക്കെ, ഓമയ്ക്ക് അതിനകത്തേക്ക് നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫുള്ളൊന്ന് ഇളക്കി ഒന്ന് സെറ്റാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം ആ തേങ്ങ മൊത്തത്തിൽ അതിൽ പിടിച്ച് വരും. നമ്മളിപ്പോൾ ഈ ഒരു ആദ്യമേ ഓമയ്ക്ക് ആഡ് ചെയ്തിട്ട് പിന്നാണ് തേങ്ങ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു തേങ്ങ മൂക്കാത്ത മാതിരി ഫീൽ ചെയ്യും, എല്ലായിടവും പിടിക്കാത്ത മാതിരിയൊക്കെ ഫീൽ ചെയ്യും. ഇതാകുമ്പോൾ മൊത്തത്തിൽ നല്ലതായിട്ട് മൂത്ത് എല്ലാത്തും പിടിച്ചെന്ന് കാണും. പിന്നെ അമ്മ ഇങ്ങനെ കൂന പോലെ ആക്കി വെക്കും, അതായത് ഒരു മലേൻ്റെ രൂപത്തിലാക്കി വെക്കും. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് അടച്ചു വെച്ചു. ഇനി അടുത്തതിലേക്ക് അമ്മ നേരെ തൈരുണ്ടായിരുന്നു. അമ്മ വീട്ടിലുള്ള തൈരായത് കാരണം അത് മിക്സിക്കകത്ത് നിന്ന് അടിച്ചെടുക്കാൻ വേണ്ടി കറിക്ക്. അപ്പം അമ്മ അത് അടിച്ചെടുക്കാൻ പോയി. സോ അടുത്ത പാനിലേക്ക് നമ്മൾ ചീനിച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി കടുക് വറുക്കാനാണ് നമ്മൾ പോകുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മോര് കറിക്ക് വേണ്ടി തന്നെ. സോ നമ്മൾ ഇതിനകത്തേക്കും കടുക് പൊട്ടിച്ചു. ഇത് പിന്നെ കുറച്ചുകൂടെ വീതിയുള്ള ചീനിച്ചട്ടി, അപ്പോൾ ഇതിനകത്ത് കുറച്ച് അധികം ടൈം വേണമെന്ന് കടുക് വറുത്ത് വരാനായിട്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കടുക് പൊട്ടിയൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഇതിനകത്തേക്ക് അമ്മേനെ ആഡ് ചെയ്യാൻ പോകുന്നത് കൊച്ചുള്ളി ഇല്ലേ, അതായത് ഒരു 3-4 കൊച്ചുള്ളി ജസ്റ്റ് മോര് കറിക്ക് വേണ്ടി മാത്രം കൊച്ചുള്ളി ജസ്റ്റ് ആഡ് ചെയ്തിട്ട് അമ്മ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് നല്ല രീതിയിൽ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെയാണ് ഇതൊന്ന് വെയിറ്റ് ചെയ്യേണ്ടത്. ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേന് പിന്നെയും നമ്മൾ 2 ഉണക്കമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉണക്കമുളക് കീറിയിട്ട് കൊടുക്കത്തില്ലേ, അങ്ങനെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേന് ഏകദേശം നല്ല രീതിയിൽ അതും ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരും. അപ്പോഴത്തേന് അതിലേക്കും കൂടി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേന് പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിനുള്ള മുളക് പൊടി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അമ്മ നല്ല രീതിയിൽ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു മാങ്ങാക്കറീൻ്റെ ഒരു ബാക്കി വേവിക്കാൻ വെച്ചിരുന്നത് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മാങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി ഏകദേശം നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഏറ്റവും കൂടുതൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് മാങ്ങാക്കറി. എനിക്കൊന്ന് നോർമൽ മോര് കറിയേക്കാളും ഈ വീട്ടിൽ മാങ്ങാക്കറിക്കാണ് ഹൈപ്പ് കൂടുതൽ. അത് കാരണം അമ്മയും ഇവിടെ മാങ്ങ ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ മാങ്ങ എടുത്ത് വെക്കും. അപ്പോൾ അത് ഫ്രിഡ്ജിനകത്ത് വെക്കാൻ നോക്കിയപ്പോൾ ഇപ്പം മാങ്ങാ സീസൺ നല്ല കൂടി നമുക്ക് കറി കഴിക്കാൻ തോന്നുമ്പോൾ കറി കഴിക്കാം. കുറച്ച് ഉലുവാപ്പൊടി ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
എന്നിട്ട് അവസാനം അമ്മ ഒരു തോരൻ്റെ ഏകദേശം വെന്ത ഒരു പരുവാകുമ്പോഴത്തേന് തോരൻ്റെ അടപ്പ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച കുറച്ച് പയർ വേവിക്കാൻ വെച്ചിട്ടില്ല, അതിനകത്ത് ജസ്റ്റ് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. ആ പയറും കൂടി അമ്മ ഈ തോരനകത്ത് ആഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണോ നിങ്ങളെല്ലാവരും വെക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ്. എന്നിട്ട് അമ്മ കുറച്ച് നേരം വീണ്ടും ആ സെയിം മല രൂപത്തിൽ വീണ്ടും ഒന്നാക്കി കുറച്ച് നേരം കൂടെ വെച്ച് അടച്ച് വെക്കുമായിരുന്നു. എന്നിട്ട് കുറച്ചധികം ടൈം അങ്ങനെയൊന്ന് വേവിച്ചിട്ട് പിന്നെ തുറന്നിട്ടാണ് ഫുള്ളി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഈ ഓമയ്ക്ക തോരൻ നോർമലി വെക്കുന്നതിനേക്കാളും ഓമയ്ക്കകത്ത് പയറും കൂടി ഇട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ആ വൻപയറിൻ്റെയും കൂടി ടേസ്റ്റ് വരുമ്പോൾ ചോറിനാൻ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. ഇതൊരു മോരുകറി ഉണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ഊണ് സൂപ്പറാണ്. അപ്പോൾ അടുത്ത് നമുക്ക് പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. പക്ഷേ ഈ സമയപ്പോഴത്തേന് എൻ്റെ അനിയന് കോളേജിൽ പോകാനായി. സോ അവന് പാവയ്ക്കൊന്നും ഞങ്ങൾക്കാർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് തോരനും ജസ്റ്റ് മീൻ വറുത്തതും മോരുകറിയും മുട്ടയും മാത്രം വെച്ചിട്ട് അവനെ കോളേജിലേക്ക് വിട്ടു. അപ്പോൾ അദ്ദേഹം കോളേജിൽ പോകാൻ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അവനിങ്ങനെ ക്യാമറയിലൊന്നും വരുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടും അവൻ ജസ്റ്റ് കോളേജിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബാക്ക് ടു പാവയ്ക്ക ഉണ്ടാക്കലിലേക്ക്. പക്ഷേ പാവയ്ക്കേൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാനും അനിയനും കഴിക്കില്ല, ആകെ അമ്മ മാത്രമേ ഇവിടെ കഴിക്കുള്ളൂ. പിന്നെ അച്ഛൻ വരുമ്പോൾ അച്ഛനും. സോ അമ്മേനകത്ത് അങ്ങനെ അമ്മയ്ക്ക് അധികം കൊതി തോന്നുമ്പോൾ മാത്രം അമ്മ ഇവിടെ പാവയ്ക്ക ഉണ്ടാക്കാറുള്ളൂ. പാവയ്ക്ക അമ്മ വേറെ ഒന്നും ഇടാറില്ല ഇതിനകത്ത്. ജസ്റ്റ് പാവയ്ക്ക അരിയുക, അതിനകത്തേക്ക് ഒരു 2 പച്ചമുളക് കീറിയിടുക, എണ്ണ ഒഴിക്കുക, അതൊന്ന് കുറച്ച് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടുക. എന്നിട്ട് ഇത് അടച്ചു വെക്കാണ്ട് തുറന്ന് വെച്ച് തന്നെ കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറേ നേരം അതിൻ്റെ അകത്ത് ചൂടിൽ ഇങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം നല്ല വഴണ്ട് വരിക. അത്ര അമ്മ നോക്കത്തുള്ളൂ. ഇതങ്ങനെ ഭയങ്കര കരിക്കത്തും നമുക്ക് ഇങ്ങനെ കഴിക്കാനാണ് കണ്ടത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഒരു ഈസി ഫുഡ് റെസിപ്പി ആയിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.